ഖബർ സന്ദർശനം എന്തിനാ ഇസ്ലാം നിശ്ചയിച്ചത്? ഖബർ സന്ദർശനം എന്തിനാ ഇസ്ലാം നിശ്ചയിച്ചത്? ഒരു ഖബർ കാണുമ്പോ നമ്മുടെ മനസ്സിൽ പേടിയുണ്ടാകണം. എനിക്കും മരിക്കണ്ടേ, ഞാനും ഇതുപോലെ കിടക്കേണ്ടവരല്ലേ, ഞാനും മരണപ്പെട്ടു പോകേണ്ടവരല്ലേ, ഞാനും ഖബറിൽ ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടവരല്ലേ, എനിക്കൊന്ന് നന്നാവണ്ടേ, ഞാനൊന്ന് നല്ലവനാകണ്ടേ എന്ന ചിന്തയുണ്ടാക്കണം. ആ നിലക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ, പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ, ഹിസാബിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, നരകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, ഖബർ ശിക്ഷയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ, അങ്ങനെയൊക്കെ ചിന്തയുണ്ടായി ഒന്ന് നന്നാവാൻ വേണ്ടിയല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് നിശ്ചയിച്ചത്. ആ ഒരാവശ്യത്തിൽ നമുക്ക് ആരുടെ ഖബറും സന്ദർശിക്കാമല്ലോ. ഖബറുകൾ സന്ദർശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നതാണ്. പിന്നീട് അവിടുന്ന് സന്ദർശിച്ചോളാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് മരണചിന്തയുണ്ടാകാൻ, നിങ്ങൾക്ക് ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ. എന്നാൽ ഇന്നത്തെ സിയാറത്ത് എന്തിനാണ്? ഇന്നത്തെ സിയാറത്ത് എന്തിനാണ്? ഇന്ന് സിയാറത്തിന് പോകുമ്പോൾ നയനാനന്ദകരമായ കാഴ്ച വേണം പോലും ആകർഷിക്കാൻ വേണ്ട ഒലപ്പീപ്പി മുതൽ ചക്കരക്കാപ്പി മുതൽ അതേപോലെ തന്നെ ബിരിയാണി വരെ വെച്ച് വിളമ്പുന്ന പന്തൽ വേണം. ആകർഷിക്കാൻ വേണ്ടി ആനകൾ വേണം, അതേപോലെ തന്നെ അമ്പാരി വേണം, മുത്തുക്കുട വേണം, അതേപോലെ തന്നെ ആ നിലക്കുള്ള പല രൂപത്തിലുള്ള സത്യക്കുടകളും, അങ്ങനെ ശീരണിക്കൊട്ടയും, അങ്ങനെ പല രൂപത്തിൽ കിലുക്കിക്കുത്തും അരമയിലൊട്ടകവും ഒക്കെ വേണം. മരണത്തെ ഓർക്കാനാണ് ഈ ആകർഷകം. പിന്നെയോ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ട് എന്താ, ഇപ്പോഴത്തെ ഉറൂസിനും ചന്ദനക്കുടത്തിനുമൊക്കെ പോയാൽ മരണചിന്ത പെട്ടെന്ന് വരുന്നുണ്ട്. അത് ഖബർ കണ്ടിട്ടല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ചേറ്റുവയിലെ ഫക്കീർ പാപ്പാന്റെ ജാറത്തിലെ ഉറൂസിന് പോയവർക്കൊക്കെ, ആ രംഗം കണ്ടവർക്കൊക്കെ മരണചിന്തയുണ്ടായില്ലേ, പരലോകബോധമുണ്ടായില്ലേ? പക്ഷെ ആ ഖബർ കണ്ടിട്ടല്ല, ആനയുടെ മതം പൊട്ടല് കണ്ടിട്ട്, ആനയുടെ വിളയാട്ടം കണ്ടിട്ട്, ആനയുടേതായ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോ എല്ലാവരും അവിടുന്ന് ഫോണിൽ വിളിച്ചു പറയാൻ തുടങ്ങി. സിയാറത്തിന് വന്ന ഇതിന്റെ കാര്യപ്പ മനസ്സിലായി, മരണചിന്ത ശരിക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടെ കൂടിയ ആന വരണ്ടിട്ടൊരു സാധുവിനെ കുത്തിക്കൊല്ലുന്നത് കണ്ടിട്ട് മരണസ്മരണയുണ്ടാകാനല്ല പഠിപ്പിച്ചത്.
അവിടെ അപകടത്തിൽപ്പെട്ട് തിക്കും തിരക്കും കൂടിയിട്ട് കുറെ പെണ്ണുങ്ങൾ എല്ലാ വസ്ത്രവും അഴിച്ച് അതേപോലെ തന്നെ വസ്ത്രം പോലും ശ്രദ്ധിക്കാതെ ഓടിപ്പാഞ്ഞിരുന്ന രംഗം കണ്ടിട്ട് മഹ്ശറയിലെ ഓട്ടത്തെപ്പറ്റി ഓർക്കാനല്ലല്ലോ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ഖബർ കാണുമ്പോ അതിൽ മറവട്ട മനുഷ്യനെ നിനക്ക് ഓർമ്മ വരില്ലേ? അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മ വരില്ലേ? എനിക്കും കിടക്കണ്ടേ എന്ന ചിന്ത വരില്ലേ? അതല്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഇവരോ